ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ 365 ദിവസത്തെ ബൈബിൾ വായന യാത്ര തുടരുമ്പോൾ ഇന്ന് നാം വളരെ ശ്രദ്ധേയമായ 3 ഭാഗങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത്. 2 ശമൂവേൽ 10, 1 ദിനവൃത്താന്തം 19, സങ്കീർത്തനം 20, ഈ 3 അധ്യായങ്ങൾ. 2 ശമൂവേൽ 10-ാം അധ്യായത്തിൽ ദാവീദ് കാണിച്ച ദയ തെറ്റിദ്ധരിക്കപ്പെടുന്നു. സൗഹൃദത്തിൻ്റെ ഒരു പ്രവൃത്തിയായി ആരംഭിച്ച കാര്യം പിന്നീട് ഒരു അന്തർദേശീയ യുദ്ധമായി മാറുന്നു. 1 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിൽ അതേ സംഭവം വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇവിടെ സൈനിക സാഹചര്യത്തിനും യോവാബിൻ്റെ നേതൃത്വത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പിന്നീട് സങ്കീർത്തനം 20 നമ്മെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് യുദ്ധഭൂമിയിൽ എന്താണ് സംഭവിച്ചതെന്ന് പ്രധാനമായും വിവരിക്കുന്നില്ല, മറിച്ച് യുദ്ധത്തിന് മുൻപ് ദൈവജനങ്ങൾ നടത്തിയ പ്രാർത്ഥനയും ദൈവത്തിലുള്ള അവരുടെ പ്രത്യാശയും നമ്മെ കാണിക്കുന്നു. അതിനാൽ ഈ 3 ഭാഗങ്ങളും ചേർന്ന് നമ്മെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം യുദ്ധങ്ങളിൽ നിന്ന് മുക്തമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു യുദ്ധം ഉണ്ടെന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലെന്നർത്ഥമല്ല. 2 ശമൂവേൽ 10 അമ്മോന്യരുടെ രാജാവായ നാഹാശ് മരിച്ചുവെന്ന് ദാവീദ് കേട്ടപ്പോൾ അവൻ്റെ മകനായ ഹാനൂനോട് ദയ കാണിക്കണമെന്ന് ദാവീദ് തീരുമാനിച്ചു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നാഹാശ് മുമ്പ് ദാവീദിനോട് ദയ കാണിച്ചിരുന്നുവെന്ന് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദാവീദിൻ്റെ ഉദ്ദേശം വളരെ ലളിതമായിരുന്നു. ഞാൻ ഹാനൂനോട് ദയ കാണിക്കും. എന്നാൽ ഹാനൂൻ്റെ ഉപദേശകർ ദാവീദിൻ്റെ ദയയെ ഒരു രാഷ്ട്രീയ തന്ത്രമായി തെറ്റിദ്ധരിച്ചു. അവർ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു: നിന്റെ പിതാവിനെ ബഹുമാനിക്കാനാണോ ദാവീദ് ഇവരെ അയച്ചിരിക്കുന്നത്? ഇവർ നഗരം ഒറ്റുനോക്കാൻ വന്ന ചാരന്മാരല്ലേ? സൗഹൃദമായി ഉദ്ദേശിച്ച കാര്യം ഗൂഢാലോചനയായി തെറ്റിദ്ധരിക്കപ്പെട്ടു. അതിനുശേഷം ഹാനൂൻ ദാവീദിൻ്റെ ദാസന്മാരെ അപമാനിച്ചു. അവരുടെ താടിയുടെ പകുതി ക്ഷൗരം ചെയ്യുകയും അവരുടെ വസ്ത്രം അരക്കെട്ട് വരെയുള്ള ഭാഗത്ത് മുറിച്ചു കളയുകയും ചെയ്തു. ഇത് വ്യക്തികളെ മാത്രം അപമാനിച്ചതായിരുന്നില്ല, ദാവീദിനും ഇസ്രായേലിനും നേരെയുള്ള ഗുരുതരമായ ഒരു നയതന്ത്ര അപമാനമായിരുന്നു അത്. അവസ്ഥ പിന്നെയും വഷളായി. തങ്ങൾ ദാവീദുമായി ഒരു വലിയ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് അമ്മോന്യർ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ സിറിയാക്കാരെ അഥവാ അരാമ്യരെ കൂലിപ്പടയായി കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ ഒരു വലിയ ശത്രു സഖ്യം ഉണ്ടായിരുന്നു. ദാവീദ് യോവാബിനെയും സൈന്യത്തെയും അയച്ചു. യോവാബ് വളരെ പെട്ടെന്ന് തന്നെ ഒരു അപകടകരമായ സാഹചര്യത്തിലകപ്പെട്ടു. മുന്നിൽ സിറിയക്കാരും പിന്നിൽ അമ്മോന്യരും. അവൻ 2 ഭാഗത്തു നിന്നും വളയപ്പെട്ടിരുന്നു. അതിനാൽ യോവാബ് തൻ്റെ സൈന്യത്തെ വിഭജിച്ചു. സിറിയക്കാരെ നേരിടാൻ ഏറ്റവും മികച്ച സൈനികരെ അവൻ തിരഞ്ഞെടുത്തു. ബാക്കിയുള്ള സൈന്യത്തെ തൻ്റെ സഹോദരനായ അബീശായുടെ കീഴിൽ അമ്മോന്യർക്കെതിരെ നിർത്തി. അപ്പോൾ യോവാബ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ധൈര്യപ്പെടുവീൻ, നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി നാം പുരുഷന്മാരെ പോലെ ധീരമായി പെരുമാറുക. യഹോവ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമാറാകട്ടെ. ഈ വാക്കുകളിൽ വലിയൊരു ആത്മീയ സത്യമുണ്ട്. യോവാബ് തൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ ഭാഗം നാം ചെയ്യും, ഫലം ദൈവത്തിൻ്റെ കൈകളിലാണ്. അവർ യുദ്ധം ചെയ്തു. സിറിയാക്കാർ തോറ്റ് ഓടിപ്പോയി. അമ്മോന്യർ സിറിയാക്കാർ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ അവരും യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോയി. 1 ദിനവൃത്താന്തം 19-ാം അധ്യായം അടിസ്ഥാനപരമായി ഇതേ സംഭവമാണ് രേഖപ്പെടുത്തുന്നത്. വീണ്ടും നാം കാണുന്നത് ദാവീദിൻ്റെ ദയ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. വീണ്ടും ഹാനൂൻ ദാവീദിൻ്റെ ദാസന്മാരെ അപമാനിക്കുന്നു. വീണ്ടും അമ്മോന്യർ തങ്ങൾ വലിയൊരു സംഘർഷത്തിലേക്ക് കടന്നുവെന്ന് മനസ്സിലാക്കി യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. അവർ സിറിയൻ സൈന്യത്തെ സഹായത്തിനായി വിളിച്ചു വരുത്തുന്നു. യുദ്ധം വലുതും സങ്കീർണവുമാകുന്നു. യോവാബ് തങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്നു. അവൻ വീണ്ടും ധൈര്യപ്പെടുത്തുന്നു. ധൈര്യപ്പെടുവീൻ, നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി നാം ധീരമായി പെരുമാറുക. യഹോവ തൻ്റെ ദൃഷ്ടിയിൽ നല്ലത് ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സന്തുലിതാവസ്ഥ നമുക്ക് കാണാം. യോവാബ് ഇങ്ങനെ പറഞ്ഞില്ല: ദൈവം യുദ്ധം ചെയ്യും, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ അവൻ ഇങ്ങനെ പറഞ്ഞതുമില്ല: എല്ലാം നമ്മുടെ സൈനിക ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. പകരം അവൻ്റെ മനോഭാവം: നാം ധൈര്യത്തോടെ പ്രവർത്തിക്കും, ദൈവം തൻ്റെ ദൃഷ്ടിയിൽ നല്ലത് ചെയ്യും. ഇതാണ് വേദപുസ്തകപരമായ വിശ്വാസം. വിശ്വാസം നിഷ്ക്രിയത്വമല്ല. വിശ്വാസം എന്നത് ദൈവത്തിലുള്ള ആശ്രയത്തോടൊപ്പം അനുസരണയോടെ പ്രവർത്തിക്കുന്നതാണ്. ഇനി സങ്കീർത്തനം 20 നമുക്ക് നോക്കാം. ഇവിടെയാണ് സങ്കീർത്തനം 20 പ്രത്യേകമായി അർത്ഥവത്താകുന്നത്. സങ്കീർത്തനം 20 പരമ്പരാഗതമായി ദാവീദുമായി ബന്ധപ്പെട്ടതും യുദ്ധത്തിന് മുമ്പുള്ള ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉൾക്കൊള്ളുന്നതുമാണ്. ജനങ്ങൾ രാജാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടദിവസത്തിൽ യഹോവ നിനക്ക് ഉത്തരമരുളട്ടെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാക്കട്ടെ. തുടർന്ന് അവർ പറയുന്നു: നിന്റെ രക്ഷയിൽ ഞങ്ങൾ ആനന്ദിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടികൾ ഉയർത്തും.
പിന്നീട് വളരെ ശക്തമായൊരു പ്രഖ്യാപനം വരുന്നു. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇതാണ് ഈ 3 ഭാഗങ്ങളുടെയും ആത്മീയ കേന്ദ്രം. ഇസ്രായേലിന് സൈന്യവും ഉണ്ടായിരുന്നു, അവർക്ക് സൈനിക നേതാക്കന്മാരും ഉണ്ടായിരുന്നു, അവർക്ക് ആയുധങ്ങളുണ്ടായിരുന്നു, ശത്രുക്കൾക്ക് കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ അന്തിമമായ ആശ്രയം സൈനിക ശക്തിയിലായിരുന്നില്ല, അവരുടെ ആശ്രയം യഹോവയിലായിരുന്നു. അതുകൊണ്ട് സങ്കീർത്തനം 20 നമ്മെ പഠിപ്പിക്കുന്നത്, പുറത്ത് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കണം. ദാവീദ് ദയ കാണിക്കാനാണ് ആഗ്രഹിച്ചത്, എന്നാൽ ആ ദയ തന്നെ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു. ഇത് നമ്മെ ഒരു സത്യം ഓർമ്മിപ്പിക്കുന്നു. നാം ശരിയായ കാര്യം ചെയ്താലും എല്ലാവരും അതിനെ ശരിയായി മനസ്സിലാക്കണമെന്നില്ല. ചിലപ്പോൾ നാം സത്യസന്ധമായി സംസാരിച്ചാലും നമ്മെ തെറ്റിദ്ധരിച്ചേക്കാം. ചിലപ്പോൾ നാം ഒരാളെ സഹായിച്ചാലും അവർ നമ്മുടെ ഉദ്ദേശത്തെ സംശയിച്ചേക്കാം. ചിലപ്പോൾ നാം ശുദ്ധമായ ഹൃദയത്തോടെ ചെയ്ത ഒരു പ്രവൃത്തിയെ മറ്റൊരാൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചേക്കാം. ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: മറ്റൊരാളുടെ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഹൃദയത്തെ വിഷമയം ആക്കാൻ അനുവദിക്കരുത്. ദാവീദ് കൈപ്പോടെ പിന്മാറിയില്ല. അവൻ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഒരു തെറ്റിദ്ധാരണ വലിയൊരു സംഘർഷമായി മാറാം. ഈ സംഭവത്തിൻ്റെ പുരോഗതി ശ്രദ്ധിക്കുക. ദയ, സംശയം, അപമാനം, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ്, യുദ്ധം. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ വഷളായത്. ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും വളരെ പ്രസക്തമാണ്. ഒരു വാചകം തെറ്റായി മനസ്സിലാക്കാം, ഒരു വാട്സപ്പ് സന്ദേശം തെറ്റായി വായിക്കാം, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് സംശയം സൃഷ്ടിക്കാം, ഒരു ചെറിയ അഭിപ്രായം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേർതിരിച്ച് തെറ്റായി വ്യാഖ്യാനിക്കാം. 2 പേർക്കിടയിലെ ചെറിയൊരു തെറ്റിദ്ധാരണ ഒരു വലിയ കുടുംബ പ്രശ്നമായി മാറാം. സഭയിലെ ഒരു അഭിപ്രായ വ്യത്യാസം വിഭജനമായി മാറാം. നേതാക്കൾക്കിടയിലെ ഒരു തെറ്റിദ്ധാരണ വലിയൊരു പ്രതിസന്ധിയായി മാറാം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ വ്യക്തത വരുത്തുന്നതിൻ്റെയും ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും ശുശ്രൂഷ പഠിക്കണം. എല്ലാ തെറ്റിദ്ധാരണകളും യുദ്ധമാക്കേണ്ടതില്ല. യോവാബ് നമ്മെ ധൈര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. യോവാബ് ചുറ്റപ്പെട്ടിരുന്നു, മുന്നിലും ശത്രു, പിന്നിലും ശത്രു. മനുഷ്യപരമായി നോക്കുമ്പോൾ അത് വളരെ അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ യോവാബ് പറഞ്ഞു, ധൈര്യപ്പെടുവീൻ. ഇവിടെ പ്രധാന ഒരു കാര്യം ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിലെ ധൈര്യം അപകടത്തിൻ്റെ അഭാവമല്ല. അപകടം നിലനിൽക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ധൈര്യം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ചില സമയങ്ങളിൽ നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ മാത്രമാണെന്ന് തോന്നാം. കുടുംബത്തിലെ സമ്മർദ്ദം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, എതിർപ്പുകൾ, നിരാശകൾ, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം. ചിലപ്പോൾ നാം ചോദിച്ചേക്കാം, ഞാൻ എങ്ങോട്ട് തിരിയണം? ഈ ഭാഗങ്ങളിലെ ഉത്തരം ചുറ്റുമുള്ള സാഹചര്യങ്ങളിലേക്ക് നോക്കുന്നതിന് മുൻപ് മുകളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. യോവാബിൻ്റെ മറ്റൊരു ഉത്തേജന സന്ദേശം യഹോവ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമാറാകട്ടെ എന്നാണ്. ഇത് ഈ ഭാഗത്തിലെ ഏറ്റവും ആഴമുള്ള ആത്മീയ പാഠങ്ങളിൽ ഒന്നാണ്. യോവാബിന് യുദ്ധത്തിൻ്റെ അന്തിമ ഫലം അറിയില്ലായിരുന്നു. ദൈവം കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. എങ്കിലും അവൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ചു. ഇതാണ് പക്വമായ വിശ്വാസം. അപരിപക്വമായ വിശ്വാസം പറയുന്നു, ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നീ ചെയ്യണം. എന്നാൽ പക്വമായ വിശ്വാസം പറയുന്നു, ഞാൻ വിശ്വസ്തനായിരിക്കും, ധൈര്യത്തോടെ പ്രവർത്തിക്കും, അനുസരിക്കും, ഫലം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന, കർത്താവേ എനിക്ക് വിജയം തരണമേ എന്നായിരിക്കാം. എന്നാൽ അതിനേക്കാൾ ആഴമുള്ള പ്രാർത്ഥന ഒരു പക്ഷേ ഇതായിരിക്കണം: കർത്താവേ, എന്ത് സംഭവിച്ചാലും അങ്ങയോട് വിശ്വസ്തനായിരിക്കാൻ എന്നെ സഹായിക്കണമേ. സങ്കീർത്തനം 20 ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു എന്ന് കാണുന്നു. ഈ വിഷയം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നേരിട്ട് കൊണ്ടുവരികയാണ്. ഇസ്രായേൽ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിച്ചു. ഇന്ന് നമ്മുടെ രഥങ്ങളും കുതിരകളും എന്തൊക്കെയാണ്? അവയിൽ ചിലത് പണം, സ്ഥാനം, വിദ്യാഭ്യാസം, ബന്ധങ്ങൾ, സ്വാധീനം, സാങ്കേതിക വിദ്യ, ശാരീരിക ശക്തി, രാഷ്ട്രീയ ശക്തി, തൊഴിൽപരമായ വിജയം. ചിലപ്പോൾ സഭയ്ക്ക് പോലും ദൈവത്തെക്കാൾ കൂടുതൽ ആശ്രയമുണ്ടാകാം. കെട്ടിടങ്ങളിൽ, പരിപാടികളിൽ, അംഗസംഖ്യയിൽ, മനുഷ്യ സംഘടനയിൽ, കഴിവുള്ള നേതാക്കളിൽ. ഇവയൊന്നും സ്വതവേ തെറ്റല്ല. പ്രശ്നം ഒരു നല്ല വിഭവം ദൈവത്തിന് പകരക്കാരനാകുമ്പോഴാണ്. നമുക്ക് നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ നമ്മുടെ അന്തിമമായ ആശ്രയം ഒരിക്കലും വിഭവങ്ങളിൽ ആയിരിക്കരുത്. തെറ്റിദ്ധാരണ നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. എല്ലാവരും നമ്മുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. ദൈവസന്നിധിയിൽ നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ വിശ്വസ്തയോടെ മുന്നോട്ട് നടക്കുക. നിഗമനത്തിലെത്തുന്നതിന് മുൻപ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഹാനൂൻ്റെ ഉപദേശകർ ഏറ്റവും മോശമായത് തന്നെ അനുമാനിച്ചു. ദാവീദിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അവർ അന്വേഷിച്ചില്ല.
ഇത് നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനം ഉണ്ടാക്കരുത്. ചോദിക്കുക, കേൾക്കുക, വ്യക്തത വരുത്തുക, പ്രാർത്ഥിക്കുക, അതിനുശേഷം പ്രതികരിക്കുക. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും യുദ്ധമാക്കരുത്. ക്രിസ്ത്യാനികൾ വാദങ്ങൾ ജയിക്കുന്നവരായി അറിയപ്പെടേണ്ടതില്ല, ക്രിസ്തുവിനെ പ്രകടമാക്കുന്നവരായി അറിയപ്പെടണം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ പ്രതിരോധിക്കേണ്ടി വന്നേക്കാം. എന്നാൽ എല്ലായ്പ്പോഴും നാം ചോദിക്കണം, എൻ്റെ പ്രതികരണം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമോ? നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നതായി തോന്നുമ്പോൾ ധൈര്യപ്പെടുക. യോവാബ് ഭൂമിശാസ്ത്രപരമായി ചുറ്റപ്പെട്ടിരുന്നു, എന്നാൽ ആത്മികമായി അവൻ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടിരുന്നില്ല. നിങ്ങളും പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതായി തോന്നിയേക്കാം, എന്നാൽ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യുക, ഫലം ദൈവത്തിന് വിട്ടുകൊടുക്കുക, തയ്യാറാകുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക, ധൈര്യത്തോടെ മുന്നോട്ട് പോകുക, പിന്നീട് ഫലം ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ ഉത്തരവാദിത്വം വിശ്വസ്തതയാണ്, ഫലം ദൈവത്തിൻ്റെ കൈകളിലാണ്. നിങ്ങളുടെ രഥങ്ങളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ വിദ്യാഭ്യാസം ഉപയോഗിക്കുക, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ അനുഭവം ഉപയോഗിക്കുക, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ശേഷി ഉപയോഗിക്കുക, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ സ്ഥാനം ഉപയോഗിക്കുക, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിക്കുക, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുക. വിഭവങ്ങൾ നല്ല ദാസന്മാരാണ്, എന്നാൽ ഭയങ്കര യജമാനന്മാരാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ഞാനൊരു യുദ്ധത്തെ നേരിടുമ്പോൾ യഥാർത്ഥത്തിൽ എന്തിലാണ് ആശ്രയിക്കുന്നത്? ഫലം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ലെങ്കിലും എനിക്ക് ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുമോ? ഈ 3 ഭാഗങ്ങളും ഒന്നിച്ച് വായിക്കുമ്പോൾ വളരെ മനോഹരമായൊരു ആത്മീയ പുരോഗതി നമുക്ക് കാണാം. 2 ശമൂവേൽ 10 നമ്മെ യുദ്ധം കാണിക്കുന്നു. 1 ദിനവൃത്താന്തം 19 നമ്മെ യുദ്ധത്തെ നേരിടാനുള്ള ധൈര്യം കാണിക്കുന്നു. സങ്കീർത്തനം 20 ആ യുദ്ധത്തിന് പിന്നിലുള്ള വിശ്വാസം കാണിക്കുന്നു. ദാവീദിൻ്റെ ദയ തെറ്റിദ്ധരിക്കപ്പെട്ടു. തെറ്റിദ്ധാരണ സംഘർഷം യുദ്ധമായി. എന്നാൽ അവരുടെ അന്തിമമായ ആശ്രയം യോവാബിലോ ദാവീദിലോ കുതിരകളിലോ രഥങ്ങളിലോ സൈനിക ശക്തിയിലോ ആയിരുന്നില്ല. അവരുടെ ആശ്രയം യഹോവയുടെ നാമത്തിലായിരുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശവും. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നത് നമുക്കെല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ കഴിയില്ല. എല്ലാ യുദ്ധങ്ങളും നമുക്ക് തടയാൻ കഴിയില്ല. ഓരോ സാഹചര്യവും എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്കറിയണമെന്നുമില്ല. എന്നാൽ നമ്മുടെ ആശ്രയം എവിടെ വെക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ രഥങ്ങളിലല്ല, നമ്മുടെ കുതിരകളിലല്ല, നമ്മുടെ മനുഷ്യശക്തിയിലുമല്ല. പകരം ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അതുകൊണ്ട് നമുക്ക് നാളെയെ ധൈര്യത്തോടെ നേരിടാം. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നതിലല്ല നമ്മുടെ ധൈര്യം, നാളെ ആരുടെ കൈകളിലാണെന്ന് അറിയുന്നതിലാണ് നമ്മുടെ ധൈര്യം. നമുക്ക് നാളെ അറിയില്ല, എന്നാൽ നാളെയെ കൈവശം വയ്ക്കുന്ന ദൈവത്തെ നമുക്കറിയാം. അതിനാൽ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.